ബ്രേക്കിംഗ് നൗ. കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രവാസികളുടെ ബാഗുകൾ പൊളിച്ചു കവർച്ച. സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ യാത്രികൻ ബാദുഷയ്ക്ക് നഷ്ടമായത് 26,000 രൂപ. എയർപോർട്ടിനകത്ത് വെച്ചാണ് കവർച്ച നടന്നത്. പൊളിച്ച നിലയിലാണ് പ്രവാസികൾക്ക് ലഗേജ് ലഭിക്കുന്നത്. നിരവധി പരാതികളാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, ബാഗ് പൊളിച്ച് എന്ത് പരിശോധനയാണ് അവിടെ നടന്നത്? ഈ പണവും വസ്തുക്കളും ഒക്കെ എടുത്തത് ആരാണെന്നതിൽ ഈ എയർപോർട്ട് അധികൃതർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകില്ലേ? കരിപ്പൂരിൽ എന്താണ് നടക്കുന്നത്? സുജി, അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ പലതവണ ഈ വിഷയത്തിൽ പ്രവാസികളടക്കം ആശങ്ക രേഖപ്പെടുത്തുകയും പരാതികൾ ഉന്നയിച്ചതുമാണ്. കുറെ കാലമായി അതിനൊരു ഇടവേളയും ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കരിപ്പൂരിൽ അതേ മോഷ്ടാക്കൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്ന സംശയം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എടപ്പാൾ സ്വദേശികളായ 2 സഹോദരങ്ങൾ, അവർ 2 പേരുടെയും ബാഗുകൾ പൊളിച്ച നിലയിലാണ് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. അതിൽ എടപ്പാൾ സ്വദേശിയായ ബാദുഷ അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ സൂക്ഷിച്ചിരുന്ന 26,500 രൂപ നഷ്ടമായിരിക്കുന്നു. സഹോദരൻ്റെ ബാഗിൽ നിന്നും സമാനമായ രീതിയിൽ തന്നെ എയർപോർട്ട്സ് അടക്കമുള്ള വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളടക്കം നഷ്ടമായിരിക്കുന്നു. ലഗേജ് അവിടെ നിന്നും കയറ്റിയ സമയത്തുണ്ടായിരുന്ന തൂക്കത്തെക്കാൾ കുറഞ്ഞ അളവിലുള്ള തൂക്കമാണ് ഇവിടെ നിന്നും അധികൃതർ തന്നെ പരിശോധിച്ചപ്പോൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനടക്കം നിരവധി പരാതി ലഭിച്ചിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റിയിലും പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്കപ്പെടുത്തുന്ന, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങേയറ്റം സുരക്ഷിതമായി എത്തുമെന്ന് ലഭിക്കുന്ന ലഗേജുകളിൽ നിന്നാണ് പൂട്ടുകളടക്കം, അതിന് താഴിട്ട് പൂട്ടിയാൽ പോലും പൂട്ടുകളും സിബ്ലോക്കുകളും അടക്കം പൊളിച്ചുകൊണ്ട് ചില ആളുകൾ അതിൽ പ്രവാസികൾ തന്നെ. നമ്മളവിടുന്ന് സ്പേസ് ജെറ്റ് എന്ന വിമാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഏകദേശം 6:20 കൂടിയിട്ട് ഇവിടെ എത്തുകയുണ്ടായി. എന്നാൽ നമ്മളിവിടെ എത്തിയ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ലഗേജ് ബ്രേക്ക് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ പൂട്ടും മറ്റ് കാര്യങ്ങളൊക്കെ പൊളിച്ച് അത് വളരെ നശിപ്പിച്ച രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളതിൽ സൂക്ഷിച്ചിരുന്ന എൻ്റെ 26,500 രൂപ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ അവർ വെയിറ്റ് തൂക്കിയ സമയത്ത് ഇവിടുത്തെയും വെയിറ്റ് തമ്മിൽ ഏകദേശം 800 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് കുറവുള്ളതായിട്ട് കണ്ടു. ഈ ആഴ്ചയിൽ തന്നെ 6ഓളം കംപ്ലൈൻറ്റുകൾ കരിപ്പൂർ സ്റ്റേഷനിൽ ഈ കളവുമായി ബന്ധപ്പെട്ട്, എയർപോർട്ടിലെ കളവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഭൂരിഭാഗവും സ്പൈസ് ജെറ്റിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത്. സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയും അതുപോലെ തന്നെ എയർപോർട്ട് ഹാൻഡ്ലിംഗ് അതോറിറ്റിയും ഒക്കെ മറുപടി പറയേണ്ട കാര്യമാണ് കരിപ്പൂരിൽ നടന്നിരിക്കുന്നത്.